ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പൊതിച്ചോറാണ്. അപ്പം ഇല വാട്ടി അതിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്, പിന്നെ അവിയൽ വെച്ചിട്ടുണ്ട്. അവിയൽ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് തോനെ വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ചമ്മന്തി. ഇപ്പോൾ ചമ്മന്തി, എൻ്റെ ചമ്മന്തി എന്ന് പറയുന്നത് തേങ്ങ, പുളി, ചീരുള്ളി, കരിവേപ്പ്, ഉണക്കമുളക് ചുട്ടതാണേ, പിന്നെ ഒരു ഓംപ്ലേറ്റ്, പിന്നെ നമുക്ക് സൈഡിലോട്ട് ഇത്തിരി ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. അത് ഞാൻ ചെറുതായിട്ടൊന്ന് അധികം ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടില്ല, ചെറിയൊരു ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു തോരൻ. നമ്മളിപ്പം ബീട്രൂട്ടിൻ്റെ തോരനാണ് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ടും തേങ്ങാ ചമ്മന്തി, നമ്മൾ തേങ്ങ ഒതുക്കിയിട്ട് ഉപ്പേരി ഉണ്ടാക്കൂലേ, അത്. അപ്പം അത് കുറച്ച് തോന വയ്ക്കുക. എനിക്കിഷ്ടപ്പെട്ട ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു കൊണ്ടാട്ടമുളക് ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നല്ല തണുത്തിരിക്കും നമ്മൾ കഴിക്കുന്ന ടൈമിൽ. അപ്പോൾ അതൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി നമുക്ക് ഇതന്നെ ധാരാളം, പക്ഷേ ഒരു ഇത്തിരി ഹോം മെയ്ഡ് നാരങ്ങ അച്ചാർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ ഇലയിൽ മടക്കിയെടുത്ത് ആ പേപ്പർ കൊണ്ട് പൊതിയണം. അതൊരു ടാസ്ക്കാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. പൊതിച്ചോറ് തിന്നണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഫുഡ് കഴിച്ച ശേഷമാണ് ഇതിന് വോയിസ് ഓവറൊക്കെ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ട്രൈ ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതിപ്പോൾ ഞാൻ ഏകദേശം രാവിലെ ഒരു 10:30-ക്കാണ് അത് പൊതിഞ്ഞ് വെച്ചത്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കൊക്കെ ഫുഡ് കഴിക്കാൻ എടുക്കാം. അപ്പോൾ നമ്മൾ പൊതിച്ചോറ് നമ്മൾ തിന്നാൻ പോവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ കൂട്ടാനും എല്ലാം കൂടെ അതിലങ്ങോട്ട് പൊതിഞ്ഞ് വരുമ്പോൾ